ഹായ് ഗൈസ്, ലീഡർ ആർഎമ്മിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ദ പിക്സൽ പ്രൊജക്ട് എന്നൊരു ഓർഗനൈസേഷൻ ആർഎമ്മിന് അവരുടെ 16 മെയിൽ റോൾ മോഡൽസ് ഹെൽപ്പിംഗ് ടു സ്റ്റോപ്പ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന പട്ടികയിൽ നിന്ന് അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നല്ല. എന്നാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നു എന്ന് മാത്രം. ആദ്യം തന്നെ എന്താണ് ഈ പിക്സൽ പ്രൊജക്ട് എന്ന് നോക്കാം. ദ പിക്സൽ പ്രൊജക്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഇതിനൊക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. സ്ത്രീകൾക്കെതിരായ വയലൻസ് തടയുന്നതിൽ പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ആശയത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ 16 മെയിൽ റോൾ മോഡൽസ് ഹെൽപ്പിംഗ് ടു സ്റ്റോപ്പ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ എന്നൊരു ആനുവൽ ഹോണർ റോള് പ്രസിദ്ധീകരിക്കുന്നത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം ഒരാളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നില്ല. വുമൺസ് റൈറ്റ്, ജെൻഡർ ഈക്വാലിറ്റി, മിസോജിനി, വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന പുരുഷന്മാരെയാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. 2024 ഈ 16 പേരുടെ പട്ടികയിൽ ആർഎമ്മിനെ ഉൾപ്പെടുത്തിയിരുന്നു. ആർഎം ആ പട്ടികയിൽ വന്നത് എന്തുകൊണ്ടാന്ന് നോക്കാം. ആർഎം വർഷങ്ങളായി തന്റെ സ്വയം ഇന്റർണലൈസ്ഡ് മിസോജിനിയെ കുറിച്ച് സ്വയം ചിന്തിക്കുകയും അത് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ദ പിക്സൽ പ്രൊജക്ട് പറയുന്നത്. ഫെമിനിസം പഠിക്കാൻ ശ്രമിച്ചതും സ്ത്രീ കലാകാരികളെയും എഴുത്തുകാരെയും സപ്പോർട്ട് ചെയ്യുന്നതും സൗത്ത് കൊറിയ പോലുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വുമണിനെതിരായ വയലൻസിനെ കുറിച്ച് സംസാരിച്ചതും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ ആർഎം പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, മറിച്ച് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പഠിക്കുകയും മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഇൻപെർഫെക്റ്റ് മെയിൽ റോൾ മോഡൽ എന്ന നിലയിലാണ് അവർ അദ്ദേഹത്തെ കണ്ടത്. 2025 ദ പിക്സൽ പ്രൊജക്ട് ആർഎമ്മിനൊരു കേസ് സ്റ്റഡി ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അതായത് ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, പക്ഷേ സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നത് പോസിറ്റീവ് മെയിൽ റോൾ മോഡലിന്റെ ഒരു പ്രധാന ഗുണമാണെന്നായിരുന്നു അവരുടെ ആർഗ്യുമെന്റ്. പക്ഷേ കോൺട്രവേഴ്സി ആയത് ആർഎമ്മും ജെഹോപ്പും ടൊറോന്റോയിൽ ക്രിസ് ബ്രൗണിന്റെ കൺസേർട്ടിൽ പങ്കെടുത്തതോടുകൂടെയായിരുന്നു. ജെഹോപ്പ് കൺസേർട്ട് എൻജോയ് ചെയ്യുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുകയും അതിന് പിന്നാലെ ക്രിസ് ബ്രൗൺ ആർഎമ്മും ജെഹോപ്പും തനിക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നത്. ക്രിസ് ബ്രൗൺ മുമ്പ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള വയലൻസുമായി ബന്ധപ്പെട്ട് നിരവധി കോൺട്രവേഴ്സീസിൽ വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് 2009 നടന്ന റിഹന്നയുമായി ബന്ധപ്പെട്ട ഡൊമസ്റ്റിക് വയലൻസ് കേസ്. അതുകൊണ്ട് തന്നെ BTS മെമ്പേഴ്സ് പോലുള്ള ലോക പ്രശസ്തരായ ആർട്ടിസ്റ്റ് ക്രിസ് ബ്രൗണിനൊപ്പം പബ്ലിക്കലി അസോസിയേറ്റ് ചെയ്യുന്നത് പല ഫാൻസിനും വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഇവിടെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ക്രിറ്റിസിസം ഉണ്ടായത് കൺസേർട്ടിൽ പോയതുകൊണ്ട് മാത്രമല്ല, ക്രിസ് ബ്രൗണിനൊപ്പം ഫോട്ടോ എടുത്തതും ആ ഫോട്ടോ പബ്ലിക്കിൽ വന്നതുമാണ് പ്രധാന ട്രിഗർ. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഡിസ്കഷൻ തന്നെ തുടങ്ങി. പല ആളുകളും ആർഎമ്മിനോടും ജെഹോപ്പിനോടും ഡിസപ്പോയിന്റ്മെന്റ് പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ദ പിക്സൽ പ്രൊജക്ട് പറയുന്നത് BTSന് എനോമസ് ഗ്ലോബൽ ഇൻഫ്ലുവൻസും സിംബോളിക് ഇമ്പാക്റ്റും ഉള്ളതിനാൽ അവരുടെ പബ്ലിക് ആക്ഷൻസ് മാസീവ് ഓഡിയൻസിലേക്ക് എത്തുമെന്നതാണ്. ചിലപ്പോൾ അവർ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ ആ ഫോട്ടോ മില്യൺസ് ഓഫ് പീപ്പിൾ കാണുമ്പോൾ അത് എങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യപ്പെടും എന്നതൊരു വിഷയമാണ്. ആർഎമ്മിനും ജെഹോപ്പിനും ക്രിസ് ബ്രൗണിനെ സപ്പോർട്ട് ചെയ്യണമെന്ന ഇന്റൻഷൻ ഇല്ലായിരിക്കാം. അവർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. ആർഎമ്മിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കോൺട്രവേഴ്സിനെ കുറിച്ച് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അക്നോളജ്മെന്റ് അവർ പ്രതീക്ഷിച്ചിരുന്നു. ഏകദേശം ഒരാഴ്ച ആർഎമ്മിന്റെ റെസ്പോൺസിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതാണ് അവരുടെ ഈ ഒരു ഡിസിഷന് പ്രധാന കാരണം. ഓഗസ്റ്റ് 19 ദ പിക്സൽ പ്രൊജക്ട് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി. അതിൽ അവർ ആർഎമ്മിനെ അവരുടെ മെയിൽ റോൾ മോഡൽ ലിസ്റ്റിൽ നിന്ന് അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ ഒരു ഫോട്ടോ മാത്രം അടിസ്ഥാനമാക്കി ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ശരിയാണ്, അവർ പബ്ലിക് ഫിഗർ തന്നെയാണ്, പക്ഷെ അവരും മനുഷ്യരാണ്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വെറുതെ ഓരോന്ന് കുത്തിപ്പൊക്കിയുള്ള സമാധാനം കളഞ്ഞുള്ള സന്തോഷം കളഞ്ഞ് അവരൊന്ന് എൻജോയ് ചെയ്യാൻ വിടുക. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഇതൊക്കെ എന്ത് തേങ്ങാന്നാണെങ്കിൽ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ ആർമീസ്, അടുത്ത വീഡിയോയിൽ കാണാം.